അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. നമ്മൾ രാമനിലൈ പോഡ്കാസ്റ്റിലൂടെ 2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ചിങ്ങനെ പോവാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രമാദമായി പണ്ഡിതന്മാർക്കിടയിൽ, ഇസ്ലാമിക പ്രവർത്തകർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ചർച്ചകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന റഹ്മത്തുള്ള ഖാസിമി മൂത്തടം, അഥവാ ഇപ്പോൾ അദ്ദേഹം സ്വയം സ്വീകരിച്ചിരിക്കുന്ന പേര് ഷെയ്ഖ് റഹ്മത്തുള്ള എന്നാണ്. ആ പേരിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലുമൊക്കെ വരുന്ന ഒരുപാട് സ്ഖലിതങ്ങൾ സമുദായത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ സംഭവങ്ങളുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനമായി വന്ന ബുഹാരിയിലെ ഒരു ഹദീസ്, ആ ഹദീസ് വ്യക്തമായി പറയുന്നത് ആയിഷ ബീവിയുടെ വിവാഹവുമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് സ്വഹീഹ് ബുഹാരിയുടെ 5133 ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നേരിട്ട് പറയുന്ന ഒരു സംഭവം. മറ്റാരും പറയാതെ തന്നെ തൻ്റെ വയസ്സ്, തൻ്റെ വിവാഹം വളരെ ക്ലാരിഫൈ ആയിട്ട് എല്ലാവർക്കും സാക്ഷ്യപ്പെടുത്തും വിധം ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ബുഹാരിയിലുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ് നമുക്ക് മലയാളീകരിക്കുമ്പോൾ, നമ്മുടെ ഭാഷയിലൂടെ പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹം കഴിച്ചു. എനിക്കന്ന് 6 വയസ്സായിരുന്നു. 9ാം വയസ്സിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്, അഥവാ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വീട് കൂടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. ഇത് സ്വഹീഹ് ബുഹാരിയിലെ ഹദീസിൻ്റെ സാരാംശമാണ്. ഇതിലൊന്നും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. ഈ ഹദീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊച്ചു കുട്ടികൾ പോലും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത, മാത്രമല്ല ഇൻ്റലക്ച്വലായിട്ട് സംവാദങ്ങൾ നടക്കുമ്പോഴും വിവാദങ്ങൾ വരുമ്പോഴും ഒക്കെ യുക്തിവാദികളും എല്ലാ വിഭാഗം ഇസ്ലാം വിരുദ്ധരും എടുത്തുദ്ധരിച്ച് അവർ തന്നെ സ്വയം ഉത്തരം കേട്ട് അവർക്ക് ചോദ്യം ചോദിച്ചവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഒഴിച്ചുപോയ, അവർ തന്നെ വിട്ടേച്ചുപോയ ഒരു വിഷയമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയെ വിവാഹം ചെയ്ത സംഭവങ്ങൾ, അത് ആ കാലഘട്ടത്തിൻ്റെയും ആ ഒരു സമയത്തിൻ്റെയും 1400 വർഷങ്ങൾക്കപ്പുറത്തുള്ള ഒരു ജീവിത രീതിയും ഒരു സാംസ്കാരിക അവസ്ഥയും ശാരീരിക പ്രകൃതിയുമൊക്കെ ഒരുപാട് വ്യത്യസ്തപ്പെട്ട് എടുക്കുന്ന ഒരു കാലത്തുള്ള ഒരു വിവാഹ രീതിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഗാന്ധിജിയുടെ വിവാഹം, അതുപോലെ ഒരുപാട് വിവാഹങ്ങളുണ്ട്. നമ്മൾ അവിടേക്കൊന്നും എണ്ണിപ്പോകേണ്ട ആവശ്യമില്ല. അവരൊക്കെ ആ ചെറിയ ചെറിയ വളരെ 200 കൊല്ലത്തിനിടയിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഗാന്ധിജിയുടെയും മറ്റൊക്കെ ആ വിവാഹങ്ങൾ 200-300 കൊല്ലത്തിനിടയിലുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ വിവാഹങ്ങൾ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ആരോഗ്യസ്ഥിതിയും ശാരീരിക സ്ഥിതിയും ഒക്കെയുള്ളൊരു കാലഘട്ടത്തിൽ, ഇനി അതൊന്നും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്ലാമിക വിധിവിലക്ക് പ്രകാരം അന്ന് നടന്ന വളരെ ക്ലിയറായിട്ട് ചരിത്രത്തിലെല്ലാം ബോധ്യപ്പെട്ട ഈ ഒരു സംഭവത്തെ ഒരു യുക്തിവാദിക്കും ഇനി പറയാനില്ലാത്ത വിധം എല്ലാ മുസ്ലിം സംഘടനകളും എല്ലാ മുസ്ലിങ്ങളും അല്ലാത്തവരും മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരുപാട് പണ്ഡിതന്മാർ, മുസ്ലിങ്ങളല്ലാത്ത പണ്ഡിതന്മാർ വരെ മറുപടി പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതിന്. അപ്പോൾ ഈ ഒരു വിഷയത്തെ അനാവശ്യമായി അനവസരത്തിൽ കേരളത്തിൽ മുസ്ലിംകടയിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി. അദ്ദേഹത്തിൻ്റെ പുതിയ ഷെയ്ഖ് റഹ്മത്തുള്ള എന്ന പുതിയ നാമകരണത്തിന് ശേഷം വരുന്ന പലതും ഇത്തരം, ഇതിനു മുമ്പും അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ വളരെ കയറി പോകുന്ന ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥാക്കുന്ന ആർക്കും മനസ്സിലാവാൻ പറ്റാത്തൊരു രൂപത്തിലാണ് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതിനെ വിമർശിച്ച പണ്ഡിതന്മാർക്ക് നേരെയൊക്കെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ ചാടിക്കളിക്കുകയാണ്. അദ്ദേഹത്തെ ഇതിനെ വിമർശിച്ചവർ പലരോടും അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലുള്ള മൊബൈലുണ്ട്, ഈ മൊബൈൽ നിങ്ങൾക്കെതിരെയുള്ള ഒരുപാട് ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്താണ്. എന്തിനാണ് റഹ്മത്തുള്ള ഖാസിമി അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം? നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് അവർ പറയുമ്പോൾ അതിന് ശരിയാണെന്ന് തെളിയിക്കാനുള്ള രേഖയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയല്ലേ വേണ്ടത്?
പിന്നെ അതിനിടയിൽ അദ്ദേഹത്തിനെ ആകെ പ്രകോപിപ്പിച്ച കാര്യം ചേകനൂർ ചാരൻ എന്ന് വിളിച്ചു. ഇതൊക്കെയാണ്. അതൊക്കെ വേണ്ടതുണ്ടോ എന്ന്, കുറച്ചധികമായി പോയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തിന് സ്ഖലിതം എന്നൊന്ന് പറഞ്ഞ് ആ വാക്കിനെ അർത്ഥത്തെറ്റെന്ന് തന്നെയാണ്. സ്ഖലിതം എന്ന ചെറിയൊരു പ്രയോഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹദീസ് നിഷേധത്തെ കാണാൻ കഴിയില്ല, ഒരിക്കലും കാണാൻ കഴിയില്ല. അദ്ദേഹം സത്യത്തിൽ ചെയ്തിരിക്കുന്നത് കൃത്യമായ ചേകനൂർ മൗലവി ചെയ്തതുപോലെയുള്ള ഹദീസുകളെ നിഷേധിക്കുന്ന കൃത്യമായ സമീപനമാണ്. ബുഹാരിയിലൊരു ഹദീസിനെ അതിനപ്പുറത്ത് അതിലെ കൃത്യമായ വാക്കുകളെ, അതും ആയിഷ ബീവി തന്നെ പറഞ്ഞ വാക്കുകളെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം, ആയിഷ ബീവി പറയുകയാണ് എൻ്റെ വയസ്സ്, ബുഹാരിയാണല്ലോ ഹദീസ്, അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ആയിഷ ബീവി പറയുകയാണ് എൻ്റെ വയസ്സ് ഇത്രാം വയസ്സിലാണ് ഞാൻ വിവാഹിതയായത്, 9-ാം വയസ്സിലാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുടുംബജീവിതം ആരംഭിച്ചത്. അതിൻ്റെ സംഭവങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോൾ ഖാസിമി പറയാണ്, അല്ലല്ല, നിങ്ങൾ വിവാഹം കഴിച്ചത് 18-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ 19-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്ന ആളുകൾ 20-ാം വയസ്സ് പറഞ്ഞവർ, 17 വയസ്സ് പറഞ്ഞവരൊക്കെ ഉണ്ട്, 15 കഴിഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് പറയുമ്പോൾ എന്തൊരു വൈരുദ്ധ്യമാണ്, അല്ലെങ്കിൽ എന്തൊരു വിരോധാഭാസമാണിത്. ആയിഷ ബീവി പറഞ്ഞാലും പോരാ, നിങ്ങളതങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഇതൊരു പണ്ഡിതോചിതമായ ഒരു ചർച്ചയ്ക്ക് പോകേണ്ട വിഷയമൊന്നുമല്ല. ആ നിലയിൽ ഒരു ചർച്ചയും ഇസ്ലാമിക ചരിത്രത്തിലെ 1400 കൊല്ലം, 1400-ന് മേലെയുള്ള വർഷങ്ങൾക്കിടയിൽ 230-35 കൊല്ലത്തിനിടയിൽ ഒരാൾക്കിടയിലും ഇങ്ങനൊരു തർക്കം നടന്നിട്ടില്ല. അങ്ങനൊരു തർക്കം നടന്നിട്ടില്ല. ആയിഷ ബീവിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നിട്ടില്ല. ചരിത്രത്തിൽ ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം. അത് വളരെ സ്വഹീഹായ ഹദീസ് ഉണ്ടാകുമ്പോൾ ആ ചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും അറിയാമല്ലോ. ആ ചരിത്രം സ്വഹീഹായ ഹദീസ്, അത് ആരുടെ ഹദീസാണ്? ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്. ഇമാം ബുഖാരി തങ്ങളുടെ സൂക്ഷ്മതയും അവിടുത്തെ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ ആ ഹദീസിനെ ക്രോഡീകരിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന സൂക്ഷ്മതയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് ഇത്തരമൊരു ചർച്ച കൊണ്ടുവന്ന് ഈ സമുദായത്തിനിടയിൽ ഇദ്ദേഹം എന്താണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുസ്ലിംകൾക്കിടയിലേക്ക് ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഞാനങ്ങനെയാണ് കാണുന്നത്. ഇത് അദ്ദേഹം കൊണ്ടുവരുന്ന സാമ്പിൾ മാത്രമാണ്. ഈ സാമ്പിൾ ആരും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് വരും. അങ്ങനെ വന്ന് ഇതിനിടയിൽ അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത്, സുരേഷ് ഗോപിക്ക് മാത്രമാണ് ദൈവിക വിശ്വാസം എന്ന് തോന്നിപ്പിക്കുമെന്ന്. അത് വിശദമായൊരു പഠനമാണ്, അത് പറയേണ്ടതാണ്. അത് പിന്നീട് നമുക്ക് പറയാം. അപ്പം അങ്ങനെ പറഞ്ഞ ഈ മനുഷ്യൻ ചേകനൂർ ചാരൻ എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും എനിക്കും അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാലും ചേകനൂർ ചാരനല്ലെങ്കിലും ചേകനൂർ ചെയ്തതുപോലെ നിലവിലെ പല ബിദഈ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുണ്ടായിരുന്നു. സലാം സുലമയൊക്കെ, ഞാൻ ഇത്ര ഹദീസ്, ബുഹാരിയുള്ള ഹദീസുകൾ ഞാൻ ദഈഫായി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ എന്താണ് ദീനിന് നഷ്ടമുണ്ടായെന്ന് ചോദിച്ച സലാം സുലമി പോലെയുള്ള ആളുകളുടെ മറ്റൊരു പതിപ്പായി ഇദ്ദേഹം മാറി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന വളരെ വലിയ ഒരു അതിക്രമം ഓർക്കണം. ഉമ്മത്തിൽ ആരും നല്ലവരില്ല. ഹനഫി മദ്ഹബിലെ 75% ബിദഈകളാണ്. ഹംബലി മദ്ഹബിലെ 50% ബിദഈകളാണ്. കണക്ക് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അദ്ദേഹം പറഞ്ഞതിന് ഏകദേശം ഞാൻ പറയാം. ഷാഫി മദ്ഹബിലെ 1/4 ഭാഗത്തോളം അങ്ങനെ തന്നെയാണ്, ബിദഈകളാണ്. പിന്നെ ലോകത്ത് അൽ-അസ്ഹറിലുള്ളത് ബിദഈകളാണ്. എന്നിട്ടും അദ്ദേഹം ബന്ധപ്പെട്ട സ്ഥാപനവും അദ്ദേഹം ബന്ധമുള്ളവരൊക്കെ പലരും അസ്ഹറിൽ പോയത് എനിക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെ ആരെങ്കിലും ചേകനൂരിൻ്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ ചാരെന്ന് വിളിച്ച തെറ്റായിരിക്കാം. അത് ചിലപ്പോൾ പരിഗണിക്കപ്പെടേണ്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതിലേക്കുള്ളൊരു പോക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ആദ്യം പാണക്കാട് തങ്ങന്മാരെ എതിർത്തു, പിന്നെ മറ്റു ഉസ്താദുമാരെ എതിർത്തു, പിന്നെ അങ്ങനെ എതിർത്ത് വന്നിട്ട് പലരെയും എതിർത്തു. അവസാനം കേരളത്തിൽ ഇന്ന് നിലവിൽ സമസ്തയുടെ ആരുമില്ല. പിന്നെ ഒരു വിഭാഗം സമസ്തയുടെ പാരമ്പര്യ പ്രവർത്തകരൊക്കെ സുഹാബികളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം പറയാണ് സുഹാബികളൊക്കെ വഹാബിയായിട്ടിട്ട് പിന്നെ ആ സമയത്ത് സുന്നിയായിരുന്ന ആളുകൾ, അഥവാ അദ്ദേഹത്തിൻ്റെ പക്ഷേ ജിഫ്രി തങ്ങളും ടീമും അങ്ങനെ തന്നെയാണ്. ജിഫ്രി തങ്ങൾ ഒരു വിഭാഗം, പിന്നെ കുറേ സംസ്ഥയിലെ വേറെ കുറച്ച് പ്രവർത്തകർ, ഇവർ സുന്നിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ആ ടീം. ആ ആളുകൾ ഇപ്പോൾ എന്തായിട്ടുണ്ട്,
അവർ സുഹാബിയായിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും വഹാബിയാവും. തൊട്ട് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളാൽ കേരളത്തിലെ ജനങ്ങളെ കരയിക്കുകയും ഒരുപാട് നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മുത്തുനബിനെ കാണാൻ മദീനയിൽ പോകാനും ഹജ്ജും ഉംറയും ചെയ്യാനും മദീനയിൽ ഇടയ്ക്കിടെ പോകാനൊക്കെ കാരണമാവും വിധത്തിലേക്ക് ഒരു പ്രഭാഷകൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അത് അബ്ദുസ്സമദ് തന്നെയായിരുന്നു. അദ്ദേഹം വഹാബിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രചരിപ്പിച്ചു. ഇടക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ജിഫ്രി തങ്ങൾ, സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങളുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാഷകൻ സമദാനി സാഹിബാണ്. അപ്പോൾ അദ്ദേഹത്തെ വിധേയാക്കി, അങ്ങനെ വിധേയാക്കി ഒരുപാട് പണ്ഡിതന്മാർ വിധേയാക്കി. അങ്ങനെ നിരന്തരം കേരളത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലർക്കും പല തെറ്റും കുറ്റങ്ങളും മാത്രം ഇദ്ദേഹം കണ്ടെത്തി. എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് എന്താണ്, എൻ്റെ പ്രസംഗത്തിൽ വന്ന ചില മിസ്റ്റേക്കുകൾ, ഏറ്റവും ചെറിയ മിസ്റ്റേക്കുകൾ മാത്രം. നിരന്തരം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ തെറ്റുകൾ വരികയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ തിരുത്തി, ഞാനൊരു സാധാരണക്കാരനാണ്, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാസിമിനോട്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ പ്രഭാഷണം കേട്ടാൽ ഈ പ്രഭാഷണത്തിലെ നിങ്ങളിന്ന് നാളെ സ്ഖലിതം എന്ന് പറയുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചതോ കാണിക്കാത്തതോ ആയ സ്ഖലിതങ്ങൾ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ പിന്നീട് തിരിച്ചതറിയാതെ നിങ്ങൾ നിരന്തരം പറയുന്ന പൊട്ടത്തരങ്ങളും തെറ്റായ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അംഗീകരിച്ചു പോരുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഞങ്ങൾ യഥാർത്ഥ ദീനിൻ്റെ പാതയിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് എന്തെല്ലാം വാദങ്ങൾ, നബിമാരെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, പലരെക്കുറിച്ചും ഞാൻ അതൊന്നും എടുത്തു പറയാത്തത് എനിക്കത് ഇങ്ങനെ പറയാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾ നിങ്ങൾ എന്നിട്ട് കേരളത്തിലുള്ള എല്ലാവരുടെയും സുന്നികളുടെ കൂറളക്കാൻ വേണ്ടി കേരളത്തിൽ സുന്നികളുടെ കൂറോമീറ്റർ കൊണ്ട് നടന്ന ആളാണ് നിങ്ങൾ. സുന്നി കൂറോമീറ്റർ കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഓരോരുത്തരുടെയും പിന്നാലെ നടന്ന് സുന്നി അളന്നു നിങ്ങൾ. അവസാനം നിങ്ങളോ ചേകനൂരിൻ്റെ ആശയത്തിലെ ഏറ്റവും പ്രധാനമായ രൂപത്തിലും ഭാവത്തിലേക്കും നിങ്ങൾ മാറുകയാണ്. അപ്പോൾ ആ സംഭവം എന്താണായി മാറുക? നിങ്ങളിപ്പോൾ ഏത് മീറ്റർ വെച്ചാണ് ഞങ്ങൾ അളക്കേണ്ടത്? ഏത് മീറ്ററാണ് നിങ്ങളെ അളക്കാൻ ഉപയോഗിക്കേണ്ടത്? ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ പോസ്റ്റുകളെയും നിങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളെയും വളരെ നന്നായി സുന്നത്തെ മതത്തിൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തുണച്ച എൻ്റെ പഴയകാലത്ത് സുഹൃത്തുണ്ടായിരുന്നു, മമ്പാട് സഖാഫി എന്നാണ് അദ്ദേഹത്തെ പറയാം. ആ മമ്പാട് സഖാഫി അടുത്ത ദിവസം എഴുതി നിങ്ങളെപ്പറ്റി എന്താ പറഞ്ഞതെന്ന് പറയുക. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. ഏത് സർട്ടിഫിക്കറ്റ്? സുഹാബി എന്ന് പാരമ്പര്യ സംസ്ഥക്കാരെ നിങ്ങൾ വിളിക്കാറുള്ള അവരങ്ങനെയല്ല, നിങ്ങൾ വിളിക്കാറുള്ള ആ ഒരു പേര് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സുഹൃത്ത് നമ്മുടെ മമ്പാട് സഖാഫി തിരിച്ചു തന്നിട്ട് അദ്ദേഹം നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം സുഹാബികൾക്ക് പറ്റിയ നേതാവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥമായി ഞാൻ മനസ്സിലാക്കുന്നത് ചീഫ് സുഹാബി എന്ന പേര് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഇനി അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈമാറേണ്ട ഒരു കുറവേ ഉള്ളൂ. ഈ പേര് നിങ്ങൾക്ക് തന്നതിനുള്ള സർട്ടിഫിക്കറ്റ് തരാനുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ നിങ്ങളെ കൂട്ടാളികൾ തന്നെ പലരും നിങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു ഗത്യത്തരില്ലാത്ത ഗതികേടിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഏറ്റവും നല്ലത് നിരന്തരം നിങ്ങൾക്ക് തിരുത്തുക, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ തെറ്റുപറ്റും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ സംഘടനയെ പ്രവർത്തിച്ചത് തെറ്റാണ്, ഞാനത് തിരുത്തി എൻ്റെ പാരമ്പര്യ സംസ്ഥയിലേക്ക് ഞാനെത്തി. പാണക്കാട് തങ്ങന്മാരും ഉസ്താദന്മാരും സയ്യിദന്മാരും സമസ്തയും ലീഗും ഒക്കെ ചേർത്തിട്ടുള്ള ആ ത്രയം അതിലേക്ക് ഞാനെത്തി. എൻ്റെ രീതി, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും വേണ്ട ഒരു രൂപമാണത്. തെറ്റ് കണ്ടാൽ, തെറ്റ് സംഭവിച്ചാൽ തിരുത്തുക. എന്നിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ AP-യിലേക്ക് ഞാൻ ചാടിയെന്ന് പറഞ്ഞാലോ, ഞാൻ എൻ്റെ AP സുഹൃത്തുക്കളോട് വിമർശനം കൊണ്ട് പറയല്ല, ഞാൻ നിലപാടുകളെ കുറിച്ച് പറയണം. ആരെക്കുറിച്ചായാലും ഞാൻ വീണ്ടും ചാടിയാൽ നിങ്ങൾ എന്നെ എന്ത് പറയും? നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? അപ്പോൾ അതുപോലെയല്ലേ നിങ്ങൾ നിരന്തരം തിരുത്തുക. ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയത് AP വിഭാഗത്തിൽ നിന്നാണ്. നിങ്ങൾക്കെതിരെ പലപ്പോഴും പല വിധത്തിലും അന്നൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അന്ന് കാണുന്നതാണ് നിങ്ങളെ തിരുത്തലുകൾ. നിങ്ങൾ തിരുത്താൻ വേണ്ടി വാങ്ങിയ പുസ്തകങ്ങളും നിങ്ങൾ തിരുത്തെഴുതി വെച്ച പുസ്തകങ്ങളും നിങ്ങൾ വായിച്ച പുസ്തകങ്ങളും രണ്ടും ഒരു തുലാസിലിട്ട് തൂക്കി നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ
തിരുത്തിയ പുസ്തകങ്ങളായിരിക്കാം കൂടുതലുണ്ടാവുക, തൂക്കം കൂടുതലുണ്ടാവുക. എന്നിട്ട് നിങ്ങളെല്ലാവരും സുന്നിയുടെ തീവ്രത അളന്നിട്ട് എല്ലാവരും ബിദായിയാക്കുകയോ അല്ലെങ്കിൽ സുഹാബിയാക്കുകയോ ചെയ്തു. കേരളത്തിലെ സുന്നികൾക്കിടയിൽ പരസ്പരം അടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അകൽച്ച ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുന്ന വിധത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളെ വലുതായി കാണിച്ചു, പല കാര്യങ്ങളെയും അസത്യങ്ങളെ അർദ്ധസത്യങ്ങളാക്കിയിട്ടും അർദ്ധസത്യങ്ങളെ സമ്പൂർണ്ണ സത്യമാക്കിയിട്ടൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഈ സുന്നികളെ തമ്മിലടുപ്പിച്ചതിൽ ഇന്ന് സമസ്തയുടെ പ്രവർത്തകർക്കിടയിൽ ചില ചെറിയ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു പറയും അതിലെ 75% പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ താങ്കളാണ്. എന്താ താങ്കൾ പറയുന്നത്? കേരളത്തിലുള്ള എല്ലാവരും ഇപ്പോൾ അവസാനം പറയുന്നതനുസരിച്ച് ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ അടക്കം ഈ കഴിഞ്ഞ ആഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗം മുഴുവനും വഹാബിസായിരുന്നു. നിങ്ങളതാണല്ലോ പറയുന്നത്. അപ്പോൾ അവസാനത്തെ ആളും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് ജിഫ്രി തങ്ങൾ അവസാനത്തെ സുന്നി പ്രസിഡൻ്റാണെന്ന സമസ്തൻ്റെ, ഇനി സുഹാബിയ വരാമെന്ന. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ അതും തിരുത്തി ജിഫ്രി തങ്ങളിപ്പോൾ വഹാബിയായി. പിന്നെ ഇങ്ങനെ അവസാനത്തെ പ്രസിഡന്റ് സുന്നി പ്രസിഡൻ്റ് ആവുക ജിഫ്രി തങ്ങൾ അവസാനത്തെ പ്രസിഡന്റ്, അപ്പോൾ തൊട്ട് മുമ്പുള്ള ആളല്ലേ വരിക. അപ്പോൾ ആ നിലയിലേക്ക് നിങ്ങൾ അപമാനകരമായ വിധത്തിൽ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നത് ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു മനുഷ്യന് കേൾക്കാനും കാണാനും പറയാനും പറ്റുന്നൊരു ഇസ്ലാമിക പണ്ഡിതനെ കുറിച്ച് കേൾക്കാനും പറയാനും പറ്റുന്ന രൂപത്തിലല്ല നിങ്ങളുടെ ശീലമുള്ളത്. നിങ്ങൾ സുന്നി തീവ്രത പറഞ്ഞു വന്നിട്ട് ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ പേരെന്താണ്? റഹ്മത്തുള്ള ഖാസിമി. നിങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്തെ മതത്തിൻ്റെ തീവ്രത പറയാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് ബറേൽവി സുന്നികളെയാണ്, അഥവാ നമ്മളോടൊപ്പം തന്നെയുള്ള സുന്നികൾ, ഉത്തരേന്ത്യയിലെ സുന്നികൾ. അവരെന്താണ് സാധാരണ പറയാറുള്ളത്? ഖാസിമി എന്ന പേര് ഉപയോഗിക്കരുത്, അത് വിദഗ്ധകാരൻ്റെ പേരിലേക്ക് ചേർന്ന് വരുന്ന പേരാണ്. ഖാസിം നാനൂത്തവിയുമായി ചേർന്ന് വരുന്ന പേരാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാത്ത കാര്യമല്ലോ. എന്നിട്ട് നിങ്ങളുടെ പേരിൽ റഹ്മത്തുള്ള ഖാസിമി എന്ന് എല്ലാവർക്കെതിരെയും മുജാഹിദ് എന്ന് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, വഹാബിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ തന്നെ നിങ്ങൾ വായിച്ച് മുജാഹിദിനെതിരെയൊക്കെ തെളിവുകൾ ഉദ്ധരിച്ച പല കിതാബുകളിലും തബ്ലീഗുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന സ്ഥലത്ത് ഖാസിം നാനൂത്തവിയെക്കുറിച്ച് പറയുന്നിടത്ത് എന്തുണ്ട്? കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ നിവേദനം കഴിക്കാറില്ല, അല്ലെങ്കിൽ ബർക്കത്തെടുക്കുന്ന ഈ സംസ്കാരത്തോട് യോജിക്കാത്തവരാണെന്ന് ഖാസിം നാനൂത്തവി പറഞ്ഞെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഖാസിം നാനൂത്തവിയുടെ പേര് പേറിയിട്ട് പണ്ട് നമ്മളൊരു ചരിത്രം പറയാറുണ്ടല്ലോ, ഒരു സംഭവം പറയാറുണ്ടല്ലോ. പിന്നെ ഇബ്ലീസ് വന്നിട്ടൊരു മനുഷ്യനെ പറ്റിച്ച് കഴുത്തിൽ പല്ലിയെ കൊന്നിട്ട് അത് കെട്ടിത്തൂക്കിയിട്ട് ജീവിക്കാൻ പറഞ്ഞ, ആരാധന ചെയ്യാൻ പറഞ്ഞ കഥ നിങ്ങളുടെ വിശ്വാസപ്രകാരം, ഞാൻ ഖാസിമിമാരാരെയും പരിഹസിക്കാനൊന്നല്ല, നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയല്ലേ? ചോദ്യമാണ്, കൃത്യമായ ചോദ്യമാണ്. കാരണം നിങ്ങൾ ഇത്ര വലിയ സുന്നി തീവ്രത പറയുമ്പോൾ ആ പേര് കഴുത്തിൽ തൂക്കിയിട്ടിട്ട് പോയി നിങ്ങൾ ഈ പ്രചരണം നടത്താൻ നിങ്ങൾക്ക് എവിടുന്ന് നാണമില്ലേ ഖാസിം ഉസ്താദെ എന്ന് ചോദിക്കാൻ മാന്യമായി വളരെ ചുരുക്കി ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഈ പോക്കൊക്കെ കണ്ടപ്പോൾ, ഈ ഇദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പലതും കണ്ടപ്പോൾ ഞാനിങ്ങനെ പഠിക്കണം തീരുമാനിച്ചു. ചെറുതായിട്ട് കിതാബുകളിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ പുതിയ വിവാദം. അപ്പോൾ ഞാനിത് അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു 1230-35 വർഷങ്ങൾക്കിപ്പുറം, ഈ ഇസ്ലാമിക ചരിത്രത്തിലെ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് മാത്രം വന്നൊരു ചർച്ചയിലാണ് ഇപ്പോൾ അയാൾ ഇടപെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഇതിന് രേഖ ഏതാണ്? ഇദ്ദേഹത്തിൻ്റെ രേഖ ബുഖാരി ഇമാമിന് അപ്പുറത്തേക്ക് ചിന്തിക്കണമെങ്കിൽ അദ്ദേഹം രേഖയാക്കേണ്ടത് ആരെയാണ്? ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ, ഞാൻ പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ പാശ്ചാത്യന്മാർ ഇസ്ലാമിനെ വീക്ഷിക്കുമ്പോൾ മുത്തനബിൻ്റെ ഈ വിവാഹത്തെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഈ വിമർശനങ്ങൾക്ക് മറുപടിയുടെ ഒരു വിമർശന പ്രതിരോധം, ഒരു അപ്പോളജിക്കൽ അപ്രോച്ച് ഉണ്ടല്ലോ, ആയിട്ട് സാധാരണ കാണുന്ന ഈ പുതിയ കാലത്തെ ചില പണ്ഡിതന്മാർ, പാകിസ്ഥാനിൽ ഒക്കെ മരണപ്പെട്ടു പോയ 1-2 പണ്ഡിതന്മാർ, മറ്റു കുറച്ച് പണ്ഡിതന്മാരുടെ ഒരു ലൈനാണിത്. അതിൽ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു പക്ഷേ ഇത് കാലഗതിയിൽ കുറച്ച് മുന്നിലോ ബാക്കിലൊക്കെ വേറെ ആൾ ഉണ്ടായേക്കാം.
എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് ഈ ചർച്ച ആരംഭിച്ചത് തമന്ന ഇമാദി മുജീബി എന്ന പേരുള്ള പിന്നെ ബീഹാറിൽ ജനിച്ച് പിന്നെ നമ്മളെ പാകിസ്ഥാനിൽ മരണപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹമാണ് ഒരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിന് വേണ്ടി ഗ്രന്ഥം വരെ രചിച്ചിട്ടുള്ള ആളാണ് തമന്ന. പിന്നെ മറ്റൊരാൾ ഹബീബ് റഹ്മാൻ കാന്തലവിയാണ്, മറ്റൊരാൾ സയ്യിദ് അമീർ അലിയാണ്, മറ്റൊരാൾ ഹക്കീം നിയാസ് അഹമ്മദ് എന്നു പേരുള്ള ഈ 4 പേരും വേറെയും കുറേ ആളുകളുണ്ട്. ഇവരാണ് ഈ വിഷയത്തിൽ ഈ ആയിഷ ബീവിയുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ പുതിയ കണ്ടെത്തലുകൾ ഈ പറയപ്പെട്ടതുപോലെ വയസ്സിൻ്റെ കാര്യത്തിൽ 17, 18, 15 ഒക്കെ പറഞ്ഞു വന്ന് വിവാദങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ബുഹാരി ഇമാമിൻ്റെ ഹദീസിനെ തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ ആൾ. ഞാൻ ആദ്യം പറഞ്ഞ തമന്ന ഇമാദി എന്ന വ്യക്തി ചെയ്തു. അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് മറ്റുള്ളവരും അതേ റൂട്ടിലൂടെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പൂർവിക പണ്ഡിതൻ്റെ പിന്തുണയില്ലാതെ ഈ പറയപ്പെട്ട രൂപത്തിൽ ഹദീസ് പണ്ഡിതന്മാരോ ചരിത്ര പണ്ഡിതന്മാരോ ഫിഖ്ഹി പണ്ഡിതന്മാരോ ആരുമില്ല. എല്ലാവരും ഇജ്മാ ആയിട്ട് 9 വയസ്സ് അംഗീകരിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇബ്നു ഇസ്ഹാഖിനെ പോലെ ഇബ്നു ഹിഷാമിനെ പോലുള്ള ചരിത്രകാരന്മാർ, ആദ്യകാല ചരിത്രകാരന്മാരുണ്ട്. അവരെല്ലാം ഈ പറയപ്പെട്ട ബുഹാരി ഇമാമിൻ്റെ ഹദീസിനനുസരിച്ചുള്ള ചരിത്ര പാണ്ഡിത്യവും ചരിത്രാവതരണവുമാണ് അവരൊക്കെ നടത്തിയിട്ടുള്ളത്. അവരാരും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടില്ല, ഖാസിമി പറഞ്ഞതുപോലെയുള്ള റൂട്ടിലേക്ക് അവരാരും പോയിട്ടില്ല. ഈ തമന്ന ഇമാദി പിന്നെ മുജീബി എന്ന് പറയുന്ന ആൾ 1888 ബീഹാറിലെ ഫുൽവാരി ഷെരീഫിലാണ് അയാൾ ജനിച്ചത്. ഇന്ത്യയിലെ ബീഹാറിൽ തന്നെയാണ്. പക്ഷെ മരണപ്പെട്ടത് 1972 നവംബറിൽ കറാച്ചിയിലാണ്, പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് അയാൾ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസധാര ഒന്ന് പരിശോധിച്ച് നോക്കി. ഖാസിമി ഇദ്ദേഹത്തിൽ നിന്നായിരിക്കാം എടുത്തിട്ടുണ്ടാവും. ഇനി അല്ലാന്ന് പറഞ്ഞാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ആശയത്തെയാണ് ഖാസിമി പ്രസരിപ്പിക്കുന്നത്. ഈ വലിയ കേരളത്തിലെ പാണക്കാട് തറവാട്ടിന്, സമദാനി സാഹിബിന്, ജിഫ്രി തങ്ങൾക്കൊക്കെ വഹാബിസം മണക്കുന്നു എന്ന് പറയുന്ന ഈ കുറോമീറ്ററുകാരൻ എടുത്ത ആശയം പറഞ്ഞയാളുടെ ലൈനൊന്നും പഠിക്കാമല്ലോ നമുക്ക്. തമന്ന ഇമാദി മുജീബി എന്ന് പറയുന്ന ആൾ ആ കാലഘട്ടത്തിലെ പാരമ്പര്യ പണ്ഡിതന്മാർ മുഴുവനും ഇദ്ദേഹത്തെ വിവാദ പുരുഷനായി കണ്ടു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ ഹദീസ് നിഷേധി എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ബുഹാരി ഇമാമിൻ്റെ ഹദീസിനെ തള്ളാൻ വേണ്ടി മാത്രം അദ്ദേഹം തഹ്കീഖെ ഉംറെ ആയിഷ സിദ്ദീഖ എന്ന പേരിൽ ഒരു ഉറുദു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ പിന്നീട് അറബിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അത് രചിച്ചിട്ട് അതിനകത്ത് ചെയ്യുന്ന എന്താണ്, ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രബോധത്തെ അതിൻ്റെ മേലെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ അദ്ദേഹം അതിന് പറയുന്ന ചരിത്രപരമായ ന്യായങ്ങളൊന്നും ഒരിക്കലും ചരിത്രത്തിലുള്ളതായാൽ പോലും, അങ്ങനെ ചരിത്ര രേഖയിലുണ്ടായാൽ പോലും ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിനെ മേലെ വെക്കാൻ പറ്റുന്നതല്ലെന്ന് ഇസ്ലാമിക പണ്ഡിത ലോകവും ചരിത്ര പണ്ഡിതന്മാരും ലോകത്ത് അല്പമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ബോധമുള്ളവരൊക്കെ തുറന്നു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ആശയത്തിൽ ഒരിക്കലും ഈ തമന്നയുടെ ആശയമല്ലാതെ മറ്റൊരു പണ്ഡിതന്മാരുടെ, പൂർവ്വകാല പണ്ഡിതന്മാരുടെ ഒരു തെളിവും ഇദ്ദേഹത്തിന് കിട്ടില്ല. ചരിത്ര ചർച്ചകൾ എവിടെ നടന്നിട്ടുണ്ടോ? അതല്ലല്ലോ ഈ ഹദീസിനെ തള്ളാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് കഴിയുക? അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ചേകനൂരിൻ്റെ ശൈലി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ തമന്ന മുജീബി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ ഞാൻ പറയാം. ഒരു വാദം എന്താണെന്ന് അറിയോ, ഇമാം മഹദി റളിയല്ലാഹു ഈസാ നബിയൊക്കെ, ഇമാം മഹദി വരും, ഈസാ നബി തിരിച്ചു വരും അവസാന കാലഘട്ടത്തിലെ എന്നൊക്കെ പറയുന്ന ഹദീസുകളുടെ, ദജ്ജാലിനെ പറ്റിയുള്ള ഹദീസുകളൊക്കെ ഇതെല്ലാം വ്യാജമാണ്, കെട്ടിയുണ്ടാക്കിയതാണ് എന്നൊരു വാദക്കാരനാണ് ഇയാൾ. അതിനുവേണ്ടി മാത്രം അയാൾ ഇന്തിസാറെ മഹദി വ മസീഹ് എന്നുള്ള പേരിൽ, ഇന്തിസാറെ മഹദി വ മസീഹ് എന്നുള്ള പേരിൽ ഉറുദുവിലൊരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇയാൾ. അത് ഇന്തിലാർന്നും വായിക്കാം, ഇന്തിദാർന്നും വായിക്കാം. അപ്പം അങ്ങനെ ഒരു കിതാബ് എഴുതുകയും അതിൽ മഹദി ഇമാമിനെ കുറിച്ചും ഒക്കെ വന്ന ഈ ഹദീസുകളൊക്കെ തള്ളുകയും ഇങ്ങനെ അതിലൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി. മറ്റൊരു വാദം അയാളുടേത് മുസ്നദ് അഹമ്മദ് ഉണ്ടല്ലോ, ആ കിതാബ് ഹദീസുമായി ബന്ധപ്പെട്ട ആ ഗ്രന്ഥം അതൊരിക്കലും അഹമ്മദ് അംബൽ തങ്ങളുടെ കിതാബല്ല. പിന്നെ ആരുടേതാണ്?
ഖുർആനിന് പകരം ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ വേണ്ടി വന്നൊരു ഗൂഢാലോചന സംഘത്തിൻ്റെ കിതാബാണത് എന്ന് പറഞ്ഞ അഹമ്മദ് തങ്ങളുടെ കിതാബല്ലെന്ന് പറഞ്ഞ് ആ കിതാബിനെ തന്നെ തള്ളിക്കളയുന്ന ഒരു സമീപനം അയാളുടെ രണ്ടാമത്തെ ഒരു വാദം. കുറേ ഉണ്ട്, ഞാൻ ചുരുക്കി പറയാം. കുറേ വാദങ്ങളുണ്ട്, അതിൽ കുറച്ച് വാദങ്ങൾ മാത്രം പറയാണ്. ഈ കാസിമി പറയുന്ന ആശയം ആദ്യമായി പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി കൂടുതൽ കിതാബ് എഴുതി പ്രചരിപ്പിച്ചയാളുടെ ശൈലി ഇതിൽ നിന്ന് തന്നെയാണ് കാസിമി എടുത്തതെന്ന് തന്നെയാണ് അനുമാനിക്കാനുള്ളത്. അല്ലാന്ന് കാസിമി പറഞ്ഞാലും കൃത്യമായ വാദങ്ങൾ അവിടുന്ന് വന്നിട്ടുണ്ട്. ഇനി നാളെ ഇതൊക്കെ കാസിമി വാദിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാം വാദം വന്നു, ഐഷ ബീവിൻ്റെ കല്യാണം, ഇനി ബാക്കിയൊക്കെ ഇങ്ങനെ വരും. മറ്റൊന്ന് പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന് ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ, ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ട് പറഞ്ഞൊക്കെ പോകാറുണ്ടല്ലോ. ഈ ചരിത്രങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തള്ളപ്പെടേണ്ട കാര്യങ്ങളാണെന്നും അതിന് പകരം ഖുർആനെ യുക്തി കൊണ്ട് മാത്രമാണ് നമ്മൾ പറയേണ്ടത് എന്നൊക്കെ വാദമുള്ളൊരു മനുഷ്യനാണ്. മറ്റൊരു വാദം, ഖുർആനെ വിശദീകരിക്കാൻ വേണ്ടി ഹദീസുകൾ ഉപയോഗിക്കരുത്, അതിന് പകരം ഖുർആനെ തന്നെ ഉപയോഗിക്കണം എന്നാണ്. മാത്രമല്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസ് കൊടുത്താൽ അതൊക്കെ തള്ളിക്കളയണം. നമ്മൾ സലാം സല്ലമേൻ്റെയൊക്കെ പഴയ വാദങ്ങൾ കേട്ടിട്ടില്ലേ? അതിനു വേണ്ടി അയാൾ കിതാബ് എഴുതിയിട്ടുണ്ട് ഉറുദുവിൽ. അതുപോലെ മദ്ഹബ് പിന്തുടരുന്ന ആളുകളെക്കുറിച്ച് അന്ധമായ മദ്ഹബ് പിന്തുടർച്ചക്കാരെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല പല തക്ലീദുകളെയും അതുപോലെ ഫിഖ്ഹിയായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിനെയും ഫിഖ് ചർച്ചയ്ക്ക് വരുന്നതിനെയും ഫിഖിൻ്റെ പിന്നാലെ പോകുന്നതിനൊക്കെ ഇയാൾ എതിർത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹദീസ് നിഷേധിന്ന് അക്കാലത്തെ എല്ലാ പണ്ഡിതന്മാരും അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും ശേഷം അയാളെ പറ്റി പറയേണ്ടി വന്നവരൊക്കെ പിന്നീട് അതാണ് സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത്. അത്രത്തോളം വ്യക്തമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരുപാട് വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മറ്റൊരാൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹബീബ് റഹ്മാൻ കാന്തലവിയാണ്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നേരെ ഫോളോവറാണ്. മാത്രമല്ല അദ്ദേഹം ഉറച്ച അഹ്ലെ ഹദീസിൻ്റെ അനുഭാവിയാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വ്യക്തമാണ്. അതുപോലെ പാകിസ്ഥാനിയാണ് ഇദ്ദേഹം ഈ പാരമ്പര്യ പണ്ഡിതന്മാരെയൊക്കെ വിമർശിക്കുകയും ഇയാളുടെ വാദങ്ങളെ തെളിയിക്കാൻ വേണ്ടി ബുഖാരി ഇമാം അതുപോലെയുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഓരോ ഹദീസുകൾ വരുമ്പോഴും ആ ഹദീസിലെ ആ മഹാന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ട് ഇയാൾ വിശ്വസ്തനാവുകയും അവർ രേഖപ്പെടുത്തിയ ഹദീസുകളൊക്കെ തള്ളിക്കളയേണ്ടതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വലിയ അപരാധവും അപവാദവും അയാൾ ചെയ്തു. മാത്രമല്ല വളരെ രസകരമായ കൗതുകമുള്ളൊരു സംഭവമുണ്ട്. ഖുർആൻ വിശദീകരിക്കാൻ ഖുർആൻ തന്നെ വേണം, ഹദീസ് പോരാ എന്ന് പറയുന്ന ഇദ്ദേഹം, അതുപോലെ മറ്റേ ആളും തമന്നയും, ഇവർ രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഖുർആൻ വിശദീകരിക്കാൻ ഖുർആൻ തന്നെ വേണം, ഹദീസ് പറ്റില്ല എന്ന് പറയുന്ന ആൾ അതിനേക്കാൾ ലൈഫായിട്ട് ഹദീസുകൾ ലൈഫ് വല്ലതും ഉണ്ടാവാം, പക്ഷേ ഈ ഹദീസല്ല, ചെറിയ ഹദീസുകളിൽ പോലും ലൈഫ് ഉണ്ടാവാം, ചർച്ചകളിലുണ്ടാവാം. പക്ഷെ അതിനേക്കാളൊക്കെ ലൈഫാവാൻ സാധ്യതയുള്ള ചരിത്രത്തെ, വളരെ ബലഹീനമായ ചരിത്രങ്ങളെപ്പോലും ഉപയോഗിച്ചുകൊണ്ടാണ് പല ഖുർആനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇയാൾ കണ്ടെത്തിയത്. ഖുർആൻ സ്വീകരിക്കാൻ ഹദീസ് തള്ളണം, ഹദീസിനെ പറ്റില്ല, ഖുർആനെതിരായി വരുന്ന ഹദീസുകൾ തള്ളണം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഇയാൾ വെറും ചരിത്രത്തിലെ പറഞ്ഞ് കേട്ടുകേൾവികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ശൈലിയിലുള്ള ഒരാളായിരുന്നു എന്നത് വളരെ രസകരമായ ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഈ പഠനങ്ങളിലെല്ലാം ഇത്തരം ആളുകളെ ഇയാൾ സ്വീകരിച്ചതായി കാണാൻ പറ്റും. അപ്പോൾ സ്വഹാബത്തിലോ താബീങ്ങളിലോ പോലെയുള്ള എല്ലാ മുൻഗാമികളെയും ഈ പണ്ഡിതൻ ഹബീബ് റഹ്മാൻ കാന്തലവി തള്ളിക്കളഞ്ഞ പല സംഭവങ്ങളും കാണാൻ പറ്റും. ഇത്തരക്കാരെ കൈപിടിച്ച് നിർത്തിക്കൊണ്ട്, ഇത്തരക്കാരെ കൂടെ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളെ വളരെ വലിയ ഗവേഷണ ഗ്രന്ഥങ്ങളെപ്പോലെ, ഗവേഷണ പ്രബന്ധം പോലെ അദ്ദേഹം ഈ റെഫറൻസ് കൂടുതൽ പറയാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ താൻ സ്വയം കണ്ടെത്തിയതാണെന്ന് പറയാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇദ്ദേഹത്തിന് പറ്റിയ കുറേ കൂട്ടുകാർ ഇതിനു മുമ്പേ ഇത്തരം വഴിപിഴച്ച് അല്ലെങ്കിൽ വഴിമാറി ഇങ്ങനെ പലതും എഴുതി വച്ചിട്ടുണ്ട്. ആ പല ചർച്ചകളുമാണ് ഇപ്പോൾ ഇദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൻ്റെ ഒരു മുൻഗണനാക്രമം ഹദീസിൻ്റെ കാര്യത്തിലായാലും ഫിഖഹിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഉമ്മത്തിനൊരു മുൻഗണനാക്രമം ഇസ്ലാം നിശ്ചയിച്ചതുണ്ട്, പണ്ഡിതന്മാർ നിശ്ചയിച്ചതുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ നിന്ന് മാറി
സ്വന്തം വാദങ്ങൾ ഉന്നയിച്ചു പോകുന്നവർക്ക് പിന്നാലെ പുതിയ പഠനങ്ങളെന്ന് പറഞ്ഞ് ജനങ്ങളെ കൗതുകം കൊള്ളിക്കാൻ പറ്റുന്ന കുറേ വാക്കുകൾ പറഞ്ഞ് ഈ മോഹാലസ്യപ്പെടുത്തും വിധം വാക്കുകൾ കൊണ്ട് അഭ്യാസം കഴിച്ചുകൊണ്ട് മാത്രം അത് ഇസ്ലാം ആവില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകളിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ശരിയായ ഒരു എന്താണ്, അവരുടെ വഴിയെ അവർ പഠിച്ചെടുത്ത ഈ കേരളം വിദ്യാഭ്യാസ നവോത്ഥാനത്തിലൂടെ നേടിയെടുത്ത അവരുടെ അറിവിൻ്റെ തലങ്ങളെ നിങ്ങൾ ഈ പുതിയ തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെ, തെറ്റായ വിവരങ്ങൾ നൽകുകളിലൂടെ, നിങ്ങൾ തന്നെ പറയാനില്ല ഡാറ്റാസിനെ കുറിച്ച്, നിങ്ങളുടെ കയ്യിൽ ഡാറ്റയും ഇല്ല, ഡാറ്റയെ പരിശോധിക്കാനുള്ള രേഖയും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് വഴിപിഴച്ച് മുമ്പേ പറഞ്ഞു പോയ ചിലരുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിവിടെ അവതരിപ്പിക്കുമ്പോൾ ഇപ്പുറത്ത് ഏതെങ്കിലും ഹദീസ് കിതാബുകൾ, തഫ്സീറുകൾ എടുത്തു വെക്കുക എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. പിന്നെ നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പലരും പറയാറുണ്ട്, ഞാനും പറയുന്നു, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങളെ, അതുപോലെ ഇനിയും നിങ്ങൾ സ്വീകരിച്ച, നിങ്ങൾ കൊണ്ട് നടക്കുന്ന, നിങ്ങൾ റെഫറൻസ് ചെയ്യുന്ന തയ്യാറാക്കുന്ന പലരുണ്ട്. അവരൊക്കെ നിങ്ങൾ റെഫറൻസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ആളുകൾക്കിടയിൽ ആളുകൾക്കൊരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാൻ വേണ്ടി മാത്രമാണ് എന്ന് ഇപ്പോൾ തോന്നിപ്പോവാണ്. അതുകൊണ്ട് ഖാസിം ഉസ്താദെ, തൽക്കാലം ഈ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കലാണ് ഉമ്മത്തിന് വേണ്ടി ഏറ്റവും നല്ലത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളേതൊരു ഒരു വോയിസ് പറയുന്നുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ എല്ലാത്തിനും മാറാം, ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം. സത്യത്തിൽ നിങ്ങൾ പറയുന്ന തസവുഫിൻ്റെ റൂട്ടിലൂടെ ഇബാദത്തും ചെയ്തിട്ട് ദിക്റും സലാത്തും ചൊല്ലി നിങ്ങളിങ്ങനെ പോയാൽ ഈ ഉമ്മത്തിനൊരു ഉപദ്രവം ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ ഈ മഹാന്മാരെയും മഹദികളെയൊക്കെ കുറ്റം പറഞ്ഞ് അവരെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് തെറ്റായ രൂപത്തിൽ ചർച്ചകൾ കൊണ്ടുപോയി ഈ അവാമുന്നാസിൻ്റെ ഇടയിലേക്കാണോ നിങ്ങൾ വലിയ പണ്ഡിതന്മാർക്കിടയിൽ നടക്കേണ്ട ചർച്ച കൊണ്ടിരുന്നത്? എന്നിട്ടോ നിങ്ങൾ കാണാൻ ലാസ്റ്റ് നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങൾ പറയും ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ പണ്ഡിതനാണ്. എങ്ങനെയാണ് അതിനെ അംഗീകരിക്കാൻ കഴിയുക? ഈ സാധാരണ പണ്ഡിതൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദെ, തൽക്കാലം നിങ്ങൾ നിർത്താനായിട്ടുണ്ടെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഒരു വലിയ പണ്ഡിതനൊന്നും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം വലിയ പണ്ഡിതന്മാരെ അളക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. പിന്നെ നിങ്ങളെ തിരുത്താൻ വേണ്ടിയും ഒരു വലിയ പണ്ഡിതനും വരേണ്ടതില്ല. കാരണം BJPയുടെ സുരേഷ് ഗോപി മാത്രമാണ് വലിയ ദൈവവിശ്വാസം ഉള്ള ആളെന്നൊക്കെ തോന്നിപ്പിക്കും വിധം, നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ആയിരിക്കണമെന്നില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും വിധം ഒരുപാട് തെറ്റായ മെസ്സേജുകൾ നൽകുന്ന നിങ്ങളുടെ പ്രഭാഷണം, വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന, ഇപ്പോൾ തന്നെ ജിഫ്രി തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞു പോയ പോരെ, അതിന് നിങ്ങൾ എന്താണ് പ്രയോഗിക്കുന്നത്? വായു ഗുളികയും മറ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഗുളിക കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉദാഹരണമാണ് പറയുന്നത് പറഞ്ഞാൽ പോലും ആ ഉദാഹരണങ്ങൾക്ക് ദഅവത്തിൻ്റെ അല്ലെങ്കിൽ ഇൽമിൻ്റെ മജ്ലിസിന് ഒരു പ്രത്യേകതയില്ലേ ഖാസിമി? അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും വളവള എന്ന് തോന്നുന്ന വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ട് ഏത് ഉമ്മത്തിനാണ് ഗുണമുള്ളത്? ഇത് കേൾക്കുന്ന സമൂഹത്തിന് എന്ത് ഗുണമാണ് നിങ്ങളുടെ പ്രഭാഷണം കൊണ്ടുള്ളത്? അതുകൊണ്ട് തിരുത്ത് ഒരു അവാർഡ് നേടാനുള്ള അല്ലെങ്കിൽ ഒരു ഗിന്നസ് അവാർഡ് നേടാനുള്ള ലക്ഷ്യമാണ് നിങ്ങൾക്കെന്നെങ്കിൽ നിങ്ങൾക്ക് തുടരാം. അല്ല, ദീനാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ശൈലിയും പ്രഭാഷണമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തസൂഫായിട്ട് പോകണമെങ്കിൽ കുറച്ച് ആളുകളായിട്ട് പോയിക്കോളൂ. നിങ്ങൾ എന്തിനാണ് ലൈവ് കൊടുക്കുന്നത്? അതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് നിങ്ങൾ എന്തും പറഞ്ഞോളൂ. ഈ ലൈവിലൂടെ വരുമ്പോൾ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, പണ്ഡിതന്മാർ പ്രതികരിക്കും. പക്ഷേ നിങ്ങളിത് നിർത്തിയാൽ എത്ര ഗുണമുണ്ടാവും എന്നറിയോ? നിങ്ങൾ നിർത്തിത്തരാണെങ്കിൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു ഇനി ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കാതിനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് തരാതിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു പോയത് അറിയാതെ ആണെങ്കിൽ എല്ലാം അള്ളാഹു പുറത്തു വന്നിട്ട് ഇനിയൊരു പ്രസംഗം നടത്താതെ നിങ്ങൾ സ്വന്തം കാര്യങ്ങളുമായി ജോലിയോ ഇബാദത്തുകളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.